രണ്ടാം തവണ വിവാദ പരാമർശവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ബ്രാഹ്മണരും നായിഡുവും ഉൾപ്പെട്ട ഉന്നത കുലജാതർ ഗോത്രവകുപ്പ് കൈകാര്യം ചെയ്യട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. എങ്കിൽ മാത്രമേ അവരുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിവാദമായതിന് പിന്നാലെ സുരേഷ് ഗോപി തന്റെ പരാമർശം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. നല്ലത് ആണ് താൻ പറഞ്ഞത് എന്ന ഉദ്ദേശത്തോടെയാണ് ആദ്യം അത് പറഞ്ഞതെന്നും മന്ത്രി വിശദീകരിച്ചു. ഡൽഹി മയൂർ വിഹാറിൽ BJP കേരള ഘടകം സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം. ഉന്നത കുലജാതനായ ഒരാൾ ഗോത്രവകുപ്പിന്റെ മന്ത്രിയാകണമെന്നത് തന്റെ വലിയ സ്വപ്നമാണ്. ജാതിവശാൽ ഉന്നത കുലജാതനെന്ന് നമ്മൾ കരുതുന്ന ഒരു ബ്രാഹ്മണനോ നായിഡുവോ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ, വലിയ വ്യത്യാസമുണ്ടാകും. ഇക്കാര്യം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരൂ. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണിത്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. പരാമർശത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു. പിന്നാലെ ഇഷ്ടമായില്ലെങ്കിൽ പരാമർശം പിൻവലിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രസ്താവന വളച്ചൊടിച്ചു. നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് വന്നതാണ് വാക്കുകൾ, മുഴുവൻ ഭാഗവും കൊടുത്തില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ഗോത്രവകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണമെന്ന പ്രസ്താവനയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നുകൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. BJPയുടെ നിലപാടാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ആദിവാസികളോട് വെറുപ്പാണ്. പ്രസ്താവന പിൻവലിച്ചാൽ മാത്രം പോരാ, സുരേഷ് ഗോപി മാപ്പിരക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു.